ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്നൊരു 200+ ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 22-ാം തീയതിയാണ് ഡേറ്റ് വരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബീറിഷ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി ആ ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് നല്ല ബീറിഷ് ഉണ്ടായിരുന്നു നിഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റുകളൊന്നുമില്ല, ഒരു 40 പോയിൻ്റാണ് മിക്ക ട്രേഡുകളും കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫുൾ ടാർഗറ്റില്ല. 1:4 തന്നെയാണ്, 120 പോയിൻ്റാണ് കിട്ടിയത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ട്രേഡിങ്ങിലൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ട്രേഡിങ്ങിനെ കുറിച്ച് അറിയില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞ വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ട്രേഡിംഗ് എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ബൈ സെൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓപ്ഷൻസ് എന്താണ്, ഓപ്ഷൻ ചെയിൻ എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ച പ്രൈസ് കുറയുന്നതിന് കൂടുന്നതിന് കാരണം അത് ഡെൽറ്റ ഗാമ തീറ്റയാണ്, അതായത് ഓപ്ഷൻ ഗ്രീക്സ് ആണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ OA ഡാറ്റയാണ്. OA ഡാറ്റ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. OA ഡാറ്റനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് വരും OA ഡാറ്റ മാത്രം നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ OA ഡാറ്റിനെ കുറിച്ചുള്ള കുറച്ച് നരേഷൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് തികച്ച് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ബൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ആവുക. എനിക്ക് DM ചെയ്ത് വയ്ക്കുക, ഞാൻ ആ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരു ബേസ്മെൻ്റ് ഇല്ല. ഇപ്പോഴും അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി, കുറച്ച് കൊല്ലങ്ങളായി നിങ്ങൾ ട്രേഡിൽ നിൽക്കണം. ഇപ്പോഴും ഒരു ബേസ്മെൻ്റ് ഇല്ല. എന്താണ് അവിടെ നടക്കണമെന്ന് നമുക്ക് അറിയണില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ട്രേഡറൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വീഡിയോ ആണ് ഇത്. ബേസ് വീഡിയോ ആണ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ട്രേഡിങ് കരിയറിൽ ഇതാണ് ബേസ് വെക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ആണ്. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളിലൊന്ന് ട്രേഡുകൾ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ചോദിച്ച സ്ട്രൈക്കുകളുണ്ട്, ഞാൻ കൊടുത്ത സ്ട്രൈക്കുകളുണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ഇത് 24,600 P ആണ്. 24,600 P 30 പോയിൻ്റ് പോയിട്ട് ട്രേഡാണ് കേട്ടോ. അതായത് ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ഇതാണ് ട്രേഡ് ആക്ടിവേഷൻ ചെയ്യണ റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൻ്റെ മുകളിൽ പിന്നെ വരുന്നത് ഈ ക്യാൻഡിലാണ്. അത് 102 വരണം. ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 93 അപ്പോൾ ഒരു 9 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ട്രേഡ് നിങ്ങൾക്ക് ഇത്രയും ഹൈയിൽ എടുക്കണമെങ്കിൽ പോലും ഇത്തിരി ഡിമാൻഡിൽ വരുമ്പോൾ എടുക്കുന്നതാണ്. ഇനി നിങ്ങൾ ഒരു ചാടി കയറി എടുത്തു, ഇവിടെ എടുത്താലും നിങ്ങൾ പ്രോഫിറ്റിലാണ് കേട്ടോ. അതായത് 102 124, അത് 22 പോയിൻ്റ് 3 ക്യാൻഡിൽസിൽ വരും. ഇനിയിപ്പോൾ അത് പോട്ടെ, അത് അഗ്രസീവ് എൻട്രി ആണ്. നമുക്ക് ഇതിൽ ഡിമാൻഡിക്ക് വരുമ്പോൾ ഈ റെഡ് ക്യാൻഡിൽ കറക്റ്റ് ഒരു 2 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് 93 പറഞ്ഞത് 95 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. 95 96 നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ട്രേഡ് എടുത്തവർക്ക് XRL 30 പോയിൻ്റാണ് വന്നിട്ടുണ്ട്, 33 പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ട്രേഡ് 24,600 P. കണ്ടീഷൻ വളരെ സിമ്പിളാണ്. ഞാൻ തരുന്ന ലെവലിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് ക്ലോസ് ചെയ്യുക, റെഡ് ക്യാൻഡിലെ ബോഡി ക്ലോസ് അടുത്ത, അല്ലെങ്കിൽ പിന്നത്തെ ക്യാൻഡിലൊക്കെ ഈ റെഡ് ക്യാൻഡിൽ കിട്ടണം. റെഡാണ് ഇമ്പോർട്ടൻറ്റ്. റെഡ് വന്നിട്ടാണ് റേഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു തിയറി കേട്ടോ. അപ്പോൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ കിട്ടണം. ഇത് 55,000 P ആണ്. ബാങ്ക് നിഫ്റ്റിയാണ്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലാണ്, സെൻസസും പെയ്ഡ് ഗ്രൂപ്പിലാണ്. ആ ഫസ്റ്റ് ട്രേഡ് കിട്ടിയാൽ തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് SL അടിച്ചിട്ടുണ്ട്. 30 പോയിൻ്റാണ് SL, 150 പോയിൻ്റാണ് ടാർഗറ്റ്. അപ്പോൾ ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത് ഇവിടെയാണ്. റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഡോജ് വന്നത് അവിടെ ആക്ടിവേഷൻ ക്യാൻഡിലാണ്. അവിടെ നിന്ന് ലിമിറ്റ് ഒന്ന് എടുത്തവർക്ക് കുറച്ച് പോയിന്റ് മുകളിലേക്ക് പോകണമെങ്കിലും സംഭവം ഒരു 2-3 ക്യാൻഡിൽ SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പർ SL-ആണ്. അതിനുശേഷം നമുക്ക് വേറെയും ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിയുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ട്രേഡ് ഒരു കോസ്റ്റ് എക്സിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹോൾഡ് ചെയ്യണവർക്ക് ഇതൊരു 120 പോയിൻ്റ് കിട്ടിയെന്നും പറയാം, മനസ്സിലായില്ലേ? ഞാൻ ഈ ട്രേഡ് എടുത്തപ്പോൾ തന്നെ പണ്ടായിരുന്നു 10 ക്യാൻഡിലിൽ പ്രോഫിറ്റ് വന്നിട്ടില്ല, അതായത് 1:1 വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ കോസ്റ്റിലിട്ടേക്ക്, മേടിച്ച പ്രൈസിലിട്ടേക്കെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരുപാട് കോസ്റ്റിൽ വന്നിട്ട് പോയിട്ടുള്ള ഒരു ലെവലാണ്. അങ്ങനെ ചിലപ്പോൾ മിക്കവരും കോസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് മാത്രമാണ് 120 പോയിൻ്റ് പോവുള്ളൂ. 130 പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോസ്റ്റ് ആയിട്ട് തന്നെ പറയാം കേട്ടോ. കോസ്റ്റ് എക്സിറ്റ് രീതിയിൽ തന്നെ പറയാത്. നമുക്ക് 120 പോയിൻ്റ് പറയണ്ട. റിസ്ക്കുകൾ കുറേ ഒഴിവാക്കേണ്ട വരും. ഇഗ്നോറൻസ് അത് നമ്മൾ ചെയ്തേ പറ്റൂ. ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽസ് 120 പോയിൻ്റ് എത്തിയിട്ട് 120 പറയണേക്കാളും ഭേദം നമുക്ക് 10 പോയിൻ്റ് കിട്ടിയില്ല, നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഒത്തിരി ഒഴിവായി. നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നു, എന്നാലും നമ്മൾ അവിടെ റിസ്ക് എടുത്തില്ല, കുഴപ്പമില്ല, അടുത്ത ട്രേഡ് നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റിക്ക് പോകുന്നതാണ് എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചിന്ത.
ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് എടുക്കാത്ത ആൾക്കാർ ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഈ ട്രേഡ് എടുത്തു എന്നിട്ട് ഹോൾഡ് ആക്കിയില്ലേ 10 ക്യാൻഡലിൽ അല്ലെങ്കിൽ പോസ്റ്റ് അടിച്ച് പോയി എന്നുള്ള ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേറെ ട്രേഡ് കിട്ടും. മനസ്സിലായില്ലേ? കുറേ ട്രേഡുകളൊക്കെ ഇഗ്നോർ ചെയ്താലാണ് നല്ല ട്രേഡുകൾ കിട്ടുള്ളൂ കയ്യിൽ. ഇത് നല്ല ട്രേഡാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഇത് 24,650 ആണ്. ഇതൊരു 0 മെത്തേഡാണ്. പക്ഷേ 1:1 വന്നുള്ള ട്രേഡാണ്. 6 രൂപയിലാണ് ബൈയിങ് പറഞ്ഞത്. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കി 6 രൂപയിൽ. അടുത്ത ട്രേഡിൽ അടുത്ത ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതിരടിയിൽ നിന്നൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. മെൽറ്റിങ് എന്തായാലും നടക്കും. നമ്മൾ അഡ്ഡൗൺ എടുത്താലും ശരി ഒരു 2:30 ടൈമിലൊക്കെ മെൽറ്റിങ് നല്ല രീതിക്ക് നടക്കും. അപ്പോൾ ഇതിരടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 20 പോയിന്റ് എന്നൊക്കെ പറയാം. ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ ലിമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ 10 പോയിൻ്റാണ്. അത്രയുള്ള കാര്യം. 15 പോയിൻറ്റിന് മുകളിൽ എന്തായാലും പോയിട്ടുണ്ട് ട്രേഡ് കേട്ടോ. 15 പോയിന്റ് എക്സാക്ട്ലി പോയിട്ടുള്ള ട്രേഡാണത്. പക്ഷെ അത് 0 ആയിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,550 P ആണ്. ഇതൊരു 38 പോയിൻ്റാണ് പോയേക്കുന്നത് ട്രേഡ്. ഇതേ ട്രേഡിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് വേറൊരു ലെവലിൽ 38 രൂപ എന്ന് പറഞ്ഞൊരു പ്രൈസിൽ പിന്നെയും കിട്ടിയിട്ടുണ്ട്. അതൊരു 10 പോയിന്റ് പോയിട്ടുണ്ട്. പിന്നെ റീ എൻട്രി ഉണ്ട് ഇവിടെ. റീ എൻട്രികൾ ഇഷ്ടം പോലെയാണ്. ഇതൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിക്ക് നല്ല രീതിക്ക് പോകും. ഞാനൊന്നും പറഞ്ഞിട്ടായാലും നമ്മൾ ഈ 2 ട്രേഡാണ് ഗ്രൂപ്പിൽ കൊടുത്തത്. രണ്ടും 10 പോയിന്റ് നമ്മൾ പിന്നെ കോസ്റ്റ് അടിക്കേണ്ടി വരും. ഈ ട്രേഡിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് 10 പോയിന്റ് പോയി. നിങ്ങളൊരു ലിമിറ്റിൽ നിന്ന് എടുക്കുന്ന ആളാണെങ്കിൽ ഇത് SL നിന്ന് അടിക്കില്ല കേട്ടോ. മനസ്സിലായോ? ഇത് 10 പോയിന്റ് ഇവിടെ കിടക്കണത്. ലിമിറ്റിൽ നിന്ന് എടുക്കുന്നവർക്ക് SL അടിക്കില്ല. നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് ഒരു 30 പോയിൻറ്റോളം മുകളിൽ നിന്ന് കിട്ടും. 30 പോയിൻറ്റിൻ്റെ അടുത്ത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ട്രേഡാണ്. ഈ ട്രേഡ് ലിമിറ്റിൽ നിന്ന് എടുത്തവർ. ഇത്തിരി മുകളിൽ നിന്ന് എടുത്തവർക്ക് ഇത് SL അടിച്ചിട്ട് കയറി പോവും. അതാണ് പ്രശ്നം. പക്ഷേ അങ്ങനെ മുകളിൽ നിന്ന് എടുക്കുന്നവർക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓവറോൾ ഇത്തരം കാര്യങ്ങളാണ് നടന്നേക്കണത്. ഇന്ന് ഒരു 5-6 ട്രേഡാണ് കിട്ടിയേക്കണത്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് SL ഡയറക്റ്റ്ലി അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലാണ് 30 പോയിന്റ് SL അടിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ്. ഇന്നൊരു ടിപ്പ് എന്നുള്ള രീതിക്ക് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാർട്ട് സെറ്റിങ്സ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് സെറ്റിങ്സ് ഇങ്ങനെ തന്നെ ആക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ക്യാൻഡിലിൻ്റെ കളറുകൾ ചിലപ്പോൾ മാറാം. ഇത് കറക്റ്റായിട്ട് ഈ മാനിപ്പുലേഷൻ നടക്കുക. നമ്മൾ തന്നെ ലെവലിൻ്റെ മുകളിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കളറുകൾ മാനിപ്പുലേഷൻസ് നടക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് 5200 P ക്രൂഡ് ഓയിലിൻ്റെ ആണ്. ക്രൂഡ് ഓയിൽ നമുക്കിന്ന് രാവിലെ കൊടുത്തിട്ടാണ്. അത് 40 പോയിൻ്റാണെന്ന് പോയേക്കണത് ക്രൂഡ് ഓയിൽ കേട്ടോ. അപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ടെലിഗ്രാമിൽ കയറുക. ക്രൂഡ് ഓയിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നല്ല ട്രേഡുകളൊക്കെ കിട്ടും. പിന്നെ SL വരില്ല എന്നൊന്നുമില്ല കേട്ടോ. SL ഒക്കെ വരും. SL വരികയാണെങ്കിൽ 10 പോയിൻ്റാണ്. ടാർഗറ്റ് വരികയാണെങ്കിൽ 50 പോയിൻ്റാണ്. അങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഒന്ന് ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നന്നൊരു ട്രേഡിംഗ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബൈയിങ് പ്രൈസ് കിട്ടിയാലാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല ട്രേഡുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് പ്രൈസ് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്പോട്ട് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യണം. സ്പോട്ട് ചാർട്ട് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അവിടെ SL ഇങ്ങനെ ചിലപ്പോൾ പ്രോപ്പറാവാൻ സാധ്യത കുറവാണ്. സ്ട്രൈക്കിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. നിങ്ങൾക്ക് കറക്റ്റ് SL നിനക്ക് എല്ലാതും ചെയ്യാൻ പറ്റും. മനസ്സിലായാലേ? കറക്റ്റ് SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റ് നിഫ്റ്റിയിലെ SL അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 50 പോയിന്റ് ടാർഗറ്റ് എവിടെ ബുക്ക് ചെയ്യണം, എവിടെ ഇറങ്ങണം എന്നല്ലാതെ നമുക്ക് തീരുമാനിക്കാം. ഈസിയായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് വരിക. ട്രേഡിങ് വളരെ ഈസി ആയിട്ടൊരു മേഖലയല്ല, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്, ഓപ്ഷൻ ബൈയിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയും കിടയിലെ മെത്തേഡ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഞാൻ അവിടെ സ്റ്റഡി ചെയ്യിപ്പിക്കണത്. നമ്മളെന്താണോ ചെയ്യണത് ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക, അല്ലെങ്കിൽ പറഞ്ഞു തരിക. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇരുത്തി പഠിപ്പിക്കാനുള്ള സംഭവമല്ല. നിങ്ങൾ ആ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുക. എന്താണ് ഞാൻ പറഞ്ഞ കാര്യം, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് മനസ്സിലാക്കുക. അങ്ങനെ ട്രേഡ് ചെയ്ത് തുടങ്ങുക പിറ്റേ ദിവസം തൊട്ട്. അല്ലെങ്കിൽ അങ്ങനെ നോക്കി കണ്ടു തുടങ്ങുക മാർക്കറ്റിനെ. നിങ്ങൾ പിന്നെ ട്രേഡിങ്ങിന് ഇരിക്കണ സമയത്തൊക്കെ അപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് വരും കേട്ടോ അവിടെ. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ലോസും വരുന്ന ആൾക്കാരുണ്ട്. ഇല്ല, 2 വിഭാഗം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് പ്രോഫിറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ്. ലോസ് എടുക്കുന്ന ആൾക്കാർ എപ്പോഴും അതുമ്പോൾ നമ്മുടെ കണ്ടീഷനിൽ തപ്പിത്തറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ലോസ് വരുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും.
പ്രോഫിറ്റ് വരുന്നവരെ അത് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് റിട്ടേൺസിലേക്കൊക്കെ പോകാൻ പറ്റും. നിങ്ങളുടെ പോയിട്ടുള്ള ഫണ്ടുകളൊക്കെ തിരിച്ചെടുക്കാൻ ഈ ഒരു മെത്തേഡിനോട് പറ്റും. മനസ്സിലായാൽ അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും യൂണീക്കായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. താല്പര്യമുള്ളവർക്ക് സ്റ്റഡി ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നാളെ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ഡേ ആണ്. മാക്സിമം നമുക്ക് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ നോക്കാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.